രണ്ട് തരം ഇൻട്രസ്റ്റ് ഉണ്ടേ, രണ്ട് തരം ഇൻട്രസ്റ്റ്. ഒന്ന് നമ്മളുടെ ബാങ്ക് ലോൺ ഇൻട്രസ്റ്റ്, രണ്ട് സൈക്കോളജിക്കൽ ഇൻട്രസ്റ്റ്. ഒന്ന് ലോൺ ഇൻട്രസ്റ്റ്, രണ്ട് സൈക്കോളജിക്കൽ ഇൻട്രസ്റ്റ്, പലിശ. എന്താണ്? ഒരു പേയ്മെൻറ്റ് നമ്മളെടുത്തു, ലോൺ എടുത്തു, 10% പലിശ, ഓക്കെ. പക്ഷേ മറ്റൊരിടത്തു നിന്ന് നമ്മൾ കാശ് മേടിച്ചു, പലിശയൊന്നും കൊടുക്കണ്ട, പക്ഷേ ഇവനങ്ങ് അലട്ട. മറ്റേത് 10% പലിശ കൊടുക്കണമെങ്കിലും ഈ രണ്ട് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏതാ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത്? ഈ സൈക്കോളജിക്കൽ ഇൻട്രസ്റ്റ്, അലട്ട് വരുന്നതാണ് ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത്. ശരിയാണോ? അത് സെറ്റിൽ ചെയ്തെങ്കിൽ മാത്രമേ മറ്റേത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റൂ. ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? ലുക്ക് അറ്റ് യുവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എവരി ഡേ. ഇന്ന് മുതൽ ഓഫീസിൽ ചെല്ലുന്നുണ്ടെങ്കിൽ, ഇനി ഓഫീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, രാവിലെ 10 മിനിറ്റ് സമയം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ ഇരിക്കണം, ചോദിക്കണം, എന്നെടുത്ത് വെച്ച് നമ്മുടെ കണക്കൊക്കെ. നമുക്ക് പലതും മനസ്സിലാവില്ല, പലതും അറിയില്ല. ഇതെന്തോ ഇത്രയും ചിലവ് വന്നേ, ഇതെന്തോ ഇത്? അത് സാറേ ഓഫീസിൽ നമ്മൾ ചായ മേടിക്കും, അത് അത്രയും ചിലവ് വരാൻ പറ്റില്ല. നമ്മളെല്ലാവർക്കും സാലറി കൊടുക്കുന്നുണ്ട്, ഓക്കെ, ഒരു നേരം ചായ ഓക്കെയാണ്, പക്ഷേ ഇത് പറ്റില്ല, കാരണം ഇത് കമ്പനിയുടെ പൈസയാണ്. അപ്പോൾ എന്ത് പറയും? അതെന്താ അങ്ങനെ വന്നേ, അത് ഇത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യും, അത് പറ്റില്ല. ഓക്കെ, ഇതെന്തോ ഇത്? അത് ഇങ്ങനെ, വേണ്ട വേണ്ട വേണ്ട, അത് കട്ടി. ഇതെന്തോ? അത് ഇലക്ട്രിസിറ്റി, ഇതെന്താ ഇങ്ങനെ വന്നേ, ഇത്രയും വന്നേ, എന്താ? യു ആർ ഗിവിങ് അറ്റൻഷൻ ടു ദാറ്റ് മണി. ഇല്ലെങ്കിൽ എന്താ, കെയർലെസ് ആയിട്ട് ഈ പൈസ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മണി ഹേറ്റ് യു. സോ സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടൻറ്റ് എവരി വീക്ക്. പിന്നെ ഇവർക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണും, ഈ അക്കൗണ്ടൻറ്റിന് കാണാൻ പറ്റാത്ത. അതെന്ത് ചെയ്യുക? അതിനു മുകളിൽ CA-കാരൊക്കെ ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്, അവരുമായിട്ടിരിക്കുക, മാസത്തിലൊരിക്കൽ, 3 മാസത്തിലൊരിക്കൽ. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ഇതൊക്കെ എന്താ ഞാൻ പറയുന്നതെന്നറിയോ? ദിസ് ഈസ് ദ വേ ഹൗ മില്യണേഴ്സ് ട്രീറ്റ് ദെയർ മണി. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക? നമ്മളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ, മില്യണയർ ആണോ, അതൊന്നും നോക്കണ്ട. ഇന്ന് നീ അതുപോലെ ട്രീറ്റ് ചെയ്താൽ നാളെ നീയും മില്യണയർ ആവും. അവൻ ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ ഇന്ന് ചെയ്താൽ നമ്മളും പതിയെ ആ പാതയിലേക്ക് എത്തും. So learn to give attention to money.